ഇന്ന് റേഡിയോ ഡേ ആണ്. വിനോദത്തിനും ആസ്വാദനത്തിനും ഒരു കാലത്ത് മലയാളിക്ക് സ്വന്തമായി ആകെ ഉണ്ടായിരുന്നത് റേഡിയോകളായിരുന്നു. ഈ ലോക റേഡിയോ ദിനത്തിൽ 5 പതിറ്റാണ്ടായി റേഡിയോയെ സ്നേഹിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്താം. ചാവക്കാട് പുതിയറ സ്വദേശി സൈദാലിക്കുട്ടി. ഈ വീട്ടിൽ വിവിധ കമ്പനികളുടെ റേഡിയോകളുടെയും ടേപ്പ് റെക്കോർഡറുകളുടെയും ഒക്കെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. വിനോദത്തിനും വിജ്ഞാനത്തിനും വാർത്തകൾ അറിയുന്നതിനും മലയാളി ആശ്രയിച്ചിരുന്ന ഏറ്റവും ശക്തമായ മാധ്യമമായിരുന്നു റേഡിയോകൾ. പിന്നീട് റേഡിയോകൾ ഉൾപ്പെടുന്ന ടേപ്പ് റെക്കോർഡുകൾ വിപണി കീഴടക്കി. ഓരോ വീട്ടിലും ഓരോ റേഡിയോ അക്കാലത്തുണ്ടായിരുന്നു. റേഡിയോകൾ ഇല്ലാത്ത ഏരിയകളിൽ പഞ്ചായത്ത് തന്നെ റേഡിയോ ഉച്ചഭാഷിണിയിലൂടെ കേൾപ്പിക്കുന്ന ഒരു സംവിധാനവും നിലനിന്നിരുന്നു. റേഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേഡിയോ വിദേശത്ത് പോകുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കൊണ്ടുവന്നിട്ടുണ്ടാവുക 543 നാഷണൽ പനാസോണിക് സെറ്റാണ്. ആ സെറ്റും ഞാൻ സൂക്ഷിക്കുകയാണ്. ആ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയിലെ മാറി മാറി വരുന്ന എല്ലാ ടൈപ്പ് റെക്കോർഡ് റേഡിയോകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. റേഡിയോ ആണ് എനിക്ക് ഏറ്റവും വലിയ കമ്പം. 5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും റേഡിയോയെ സ്നേഹിക്കുന്ന സൈദാലിക്കുട്ടി തനിക്ക് 10 വയസ്സുള്ളപ്പോൾ ബന്ധു വാങ്ങി തന്ന റേഡിയോ ഉൾപ്പെടെ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. അക്കാലത്ത് റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ലൈസൻസ് ഫീ അടച്ചുകൊണ്ടായിരുന്നു റേഡിയോ ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ വാൽവ് റേഡിയോകളും പിന്നീട് അത് ട്രാൻസിസ്റ്ററിലേക്കും മാറി. അതോടെ ചെറിയ സോപ്പ് പെട്ടികൾ പോലുള്ള റേഡിയോകൾ വിപണിയിൽ ഇറങ്ങി. ഇതെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാണ്. പുതിയ തലമുറയിൽ റേഡിയോ തിരിച്ചറിയാത്ത യുവതലമുറയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പുതിയ നവമാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം CD ആയിട്ടും ടേപ്പ് റെക്കോർഡിന് ശേഷം പിന്നെ USB മെമ്മറി കാർഡ് തുടങ്ങിയവ വന്നപ്പോൾ ഇതിൽ നിന്ന് പുതിയ തലമുറ പിന്മാറുന്നുണ്ടെന്ന് കുറേശ്ശെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സന്ദർഭത്തിലും റേഡിയോയിലുള്ള കമ്പം ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആസ്വാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു. ടേപ്പ് റെക്കോർഡുകൾ CD-യിലേക്കും ടെലിവിഷനിലേക്കും ഒപ്പം ഫോണിലേക്കും മാറിയതോടെ റേഡിയോയെ പലരും മറന്നു. News 18 ഗുരുവായൂർ.